ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി ലേണിംഗ് അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ അശോക് കുമാർ. ഇന്ന് എൻ്റെ ഈ വീഡിയോ സംരംഭത്തിൻ്റെ ആദ്യപടിയായി അക്കൗണ്ടൻസിയുടെ ബേസിക് ചാപ്റ്ററായ ജേണൽ എൻട്രീസ് എങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ക്ലാസ്സാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് +1 കോമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഇത് അവർക്ക് പൂർണ്ണമായും പ്രയോജനകരമാകും. ഇതിനു പുറമെ അക്കൗണ്ടൻസി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേർക്കും, നോൺ കോമേഴ്സുകാർക്ക്, പ്രൊഫഷണൽ സ്റ്റഡീസ് പോകുന്നവർക്കെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആയതുകൊണ്ട് ഈ വീഡിയോ കാണുന്നത് പൂർണ്ണമായി കണ്ടാൽ അതിൽ നിന്നുള്ള 100% നിങ്ങൾക്ക് ജേണൽ എൻട്രി തെറ്റാതെ എഴുതാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബേസിക് ചാപ്റ്റർ ജേണൽ എൻട്രി എങ്ങനെ എഴുതാം എന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ജേണൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒന്ന്, നമ്മുടെ ഇവിടെ അക്കൗണ്ടിങ് എന്താണ്? അപ്പോൾ അക്കോർഡിംഗ് ടു AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, AICPAയുടെ ഡെഫിനിഷൻ പ്രകാരം അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് പറയുന്ന, ഡെഫിനിഷനിൽ പറയുന്ന മീനിങ് എന്ന് പറയുന്നത് ഇതാണ്: accounting as the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആർട്ടാണ്, വളരെ കലാപരമായിട്ട് അതിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓഫ് റെക്കോർഡിങ്, നമ്മൾ ഓരോ ട്രാൻസാക്ഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്, സമ്മറൈസ്ഡ് റിപ്പോർട്ട് എടുക്കുന്നു. ഈ റിപ്പോർട്ട് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. ഒരു ബിസിനസ് ലാഭനഷ്ടമാണോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ അക്കൗണ്ടിങ് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിൽ AICPA സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ സിമ്പിൾ മീനിങ് നമ്മളെ സംബന്ധിച്ച്, ഒരു ജേണൽ എൻട്രി എഴുതുന്ന നമ്മളെ സംബന്ധിച്ച് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് മിനിമം അറിയേണ്ട മീനിങ് എന്ന് പറയുന്നത് ഇത്രയാണ്: അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷന് സെറ്റ് ഓഫ് ബുക്സിൽ അക്കൗണ്ട് ചെയ്യുന്നതാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രാൻസാക്ഷൻ മീൻസ് ഡീലിങ്സ് ഇൻ കണക്റ്റഡ് വിത്ത് ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസ്. ക്ലിയർ ആയല്ലോ? ബിസിനസ് ട്രാൻസാക്ഷൻ. അതുപോലെ ഈ ബിസിനസ് ട്രാൻസാക്ഷൻ നമുക്ക് 2 കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻ, ദെൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഘടകം ക്യാഷ് ഓർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയും. അങ്ങനെ ഇല്ലാതെ വരുന്ന ട്രാൻസാക്ഷൻ നമ്മൾ പറയും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇത് നമുക്ക് അടുത്ത സ്റ്റേജിൽ, ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ എലിമെന്റ് കണ്ടുപിടിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വിശദമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ജേണൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ട്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു അസംഷൻ എന്ന് പറയുന്നത് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് അസംഷൻ എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ എൻറ്റിറ്റി കോൺസെപ്റ്റിന്റെ മീനിങ് അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ എടുക്കുന്ന അസംഷൻ, ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി ദാൻ ഇറ്റ്സ് ഓണേഴ്സ്.
ഇപ്പോൾ ഒരാൾ ബിസിനസ്സിലോട്ട് കാശ് മുടക്കുന്നു. സോൾ പ്രൊപ്രൈറ്ററി ബിസിനസ് സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾ അയാളുടെ സ്വന്തം പൈസ മുടക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹി ഹാവ് ദ സോൾ ഫ്രീഡം. അയാൾക്ക് എന്ത് വേണോ അവിടെ ആകാം, ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല. ബട്ട് ഇഫ് യു വാണ്ട് ദ എക്സാക്ട് പ്രോഫിറ്റ്, ജെന്യൂയിൻ പ്രോഫിറ്റ് ഇയാൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ he must strictly have a discipline, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. അവിടെ ബിസിനസ് വേറെ, ഓണർ വേറെ. ആ ആംഗിൾ കണ്ടാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൻ്റെ യഥാർത്ഥ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരാൾ ഒരു പ്രൊവിഷൻ ഷോപ്പ് നടത്തുകയാണ്. അവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് റെക്കോർഡ് വരും. ഇതിനോടൊപ്പം നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് പ്രൊപ്പറേറ്റർ എന്തെങ്കിലും സാധനം കൊണ്ടുപോകുന്നു, അത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് യഥാർത്ഥ പ്രോഫിറ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ബിസിനസ്സിൽ പ്രൊപ്പറേറ്റർക്ക് എന്ത് ചെയ്യാം, ബട്ട് എവരിതിങ് ഷുഡ് ബി അക്കൗണ്ടഡ്. ആ ഒരു പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കൂടെ ഒരു പേഴ്സണൽ പ്രൊപ്പറേറ്റർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ബട്ട് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ലോസും യഥാർത്ഥ പ്രോഫിറ്റ് ലോസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് അക്കൗണ്ടിങ്ങിൽ എടുക്കുന്ന ഒരു ബേസിക്, വൺ ഓഫ് ദ ബേസിക് കോൺസെപ്റ്റ്, എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാര്യം, ഈ എൻറ്റിറ്റി കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഡബിൾ ഇഫക്റ്റിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഓണർ ഈസ് ഡിഫർ ഫ്രം ബിസിനസ്. അപ്പോൾ അവിടെ ഓണർ എന്ന് പറയുന്ന പ്രത്യേക വ്യക്തിയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ ഏത് ട്രാൻസാക്ഷൻ നടന്നാലും നമുക്ക് രണ്ട് ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഫ്രീ എന്നുള്ള ഒരു സംഭവം ഇല്ല. എന്ത് വന്നാലും അതിന് നമുക്കൊരു ഓപ്പോസിറ്റ് എഫക്റ്റ് പ്രതീക്ഷ. ആ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിന് എൻറ്റിറ്റി കോൺസെപ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഓക്കെ, ഇനി അനദർ ഒരു അസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഇൻ ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ വി ആർ റെക്കോർഡ് ഓൺലി ബിക്കോസ് ഇക്കണോമിക് വാല്യൂ, അതായത് മണി മെഷർമെൻറ്റ്, മണി വാല്യൂ വരുന്ന കാര്യം മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് വി ഹാവ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ ആ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന മോണിറ്ററി ഇഫക്റ്റ്, അപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ മോണിറ്ററി വാല്യൂ കമ്പൽസറി ആയിട്ട് നമുക്ക് വേണം. അതാണ് മോണിറ്ററി മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. എൻ്റെ മീനിങ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ കോൺസെപ്റ്റ് ഓഫ് മണി മെഷർമെൻറ്റ് സ്റ്റേറ്റ് ദാറ്റ് only those transactions and happenings in an organization which can be expressed in terms of money. ആ ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസ് ആൻഡ് ഹാപ്പനിങ്സ് അതെല്ലാം നമ്മൾ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആൾറെഡി സൂചിപ്പിച്ചിരുന്നു. അത് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജേണൽ എൻട്രി. നമ്മളിവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ജേണൽ ചെയ്യുന്ന ഈ ബിസിനസ് ട്രാൻസാക്ഷന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുന്ന ബുക്കാണ് ജേണൽ, അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്സ് ഓഫ് ജേണൽ എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ നമ്മൾ ചെയ്യുന്ന ബേസിക് കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷന് നമ്മൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേണൽ എൻട്രി. നമ്മൾ ജേണൽ എൻട്രി ചെയ്യുന്ന വി ആർ ഫോളോയിങ് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനകത്തുള്ളയും ആ എലിമെൻറ്റിൻ്റെ രണ്ട് ഇഫക്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ ഒന്ന് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുകയാണ് നമ്മൾ ജേണൽ എൻട്രി കൂടി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബിസിനസ് ട്രാൻസാക്ഷൻ എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാം. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ബിസിനസ് ട്രാൻസാക്ഷൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ബിസിനസ് ട്രാൻസാക്ഷനുള്ള എക്സാമ്പിൾ. ഓക്കെ, ഒന്ന് ബിസിനസ് ആവശ്യം നമ്മൾ പർച്ചേസ്ഡ് ഫർണിച്ചർ വാങ്ങി. ദിസ് ഇസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അതുപോലെ പർച്ചേസ്ഡ് ഗുഡ്സ്. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും മോണിറ്ററി വാല്യൂ, മണി വാല്യൂ ഉണ്ടായിരിക്കണം. അതുപോലെ പർച്ചേസ്ഡ് ഗുഡ്സ്, പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം, സോൾഡ് ഗുഡ്സ് ടു മോഹൻ, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, റെന്റ് പെയ്ഡ്, cash withdrawn for personal purpose, salary paid by check, received commission, sold goods and received check issued to Ram, opened bank account. കുറച്ച് എക്സാമ്പിൾ അത്രയേ ഉള്ളൂ. നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ കുറേ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ എഴുതിയിരുന്നത്. ഇനി ഇതാണ് ഈ ട്രാൻസാക്ഷനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതുപോലുള്ള ട്രാൻസാക്ഷന് നമ്മൾ ജേണൽ എൻട്രി കൂടി നമ്മൾ ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യാണ് ജേണൽ എൻട്രി കൂടി ചെയ്യുന്നത്.
അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ഓരോ ട്രാൻസാക്ഷനകത്തുള്ള 2 എലിമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 2 എലിമെന്റ് അല്ലെങ്കിൽ ഈ ഓരോ കണ്ടുപിടിക്കുന്ന ഓരോ എലിമെന്റ് ആണ് നമ്മൾ ഓരോ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ 2 എലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ തന്നെ വീണ്ടും ഇവിടെ അനലൈസ് ചെയ്യാണ്. നമ്മൾ ആദ്യം പർച്ചേസ്ഡ് ഫർണിച്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ എലിമെന്റ് നമുക്ക് മനസ്സിലായി, ഫർണിച്ചർ വാങ്ങി. അപ്പോൾ ഒരു എലിമെന്റ് ഫർണിച്ചർ, മറ്റേ എലിമെന്റ് ഇവിടെ നമ്മൾ ക്യാഷ് എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് എടുത്തത് നമുക്കൊരു 2 കാര്യം. ഇപ്പോൾ നോർമലി എല്ലാവരും പറയും സാധനം വാങ്ങി, പൈസ കൊടുത്തു സാധനം വാങ്ങി എന്ന് പറയും. പക്ഷേ അവിടെ ഒരു ഡൗട്ട് നമുക്ക് ബാക്കി നിൽക്കും, ഈ പർച്ചേസ്ഡ് ഫർണിച്ചർ ക്യാഷ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്നുള്ളത്. ഓക്കെ, ആക്ച്വലി പർച്ചേസ്ഡ് ഫർണിച്ചർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ക്യാഷും ക്രെഡിറ്റും പറയുന്നില്ല. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സിൽ ഇംപ്ലൈഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധനം മേടിച്ചു, കടത്തിന് മേടിച്ചാൽ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് കടത്തിന് ഒരാളുടെ നിന്ന് മേടിച്ചാൽ നമ്മൾ അക്കൗണ്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. തീർച്ചയായിട്ടും അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ പേര് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ പേര് പറയാതെ അവർ കാഷ്വലായിട്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ, പർച്ചേസ്ഡ് ഗുഡ്സ് അല്ലെ സോൾഡ് ഗുഡ്സ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇംപ്ലൈഡ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻ ദിസ് ഈസ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ, അപ്പോൾ അവർ പറഞ്ഞ 2 എലിമെന്റ് കറക്റ്റാണ്. ഒരു എലിമെന്റ് ഫർണിച്ചർ, മറ്റേ എലിമെന്റ് ക്യാഷ്. അതുപോലെ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് എന്ന് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ മെയിൻ ഡീൽ ചെയ്യുന്ന ഐറ്റം, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊവിഷൻ സ്റ്റോറുകാർ പ്രൊവിഷൻസ് വാങ്ങുകയാണെങ്കിൽ ആ പ്രൊവിഷൻ അയാളുടെ ഗുഡ്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് മെഡിസിൻസ് വാങ്ങുന്നു, അത് അയാളുടെ ഗുഡ്സ് ആണ്. ഇവൻ ഒരു ഫർണിച്ചർ മാർട്ട് ഫർണിച്ചേഴ്സ് വാങ്ങുന്നു, ചെയറൊക്കെ ടേബിളൊക്കെ വാങ്ങി വിൽക്കുന്നു, ആ ടേബിളിലൊക്കെ വാങ്ങുമ്പോൾ അത് ഒരു ഫർണിച്ചർ മാർട്ടിനെ സംബന്ധിച്ച് ഡയറക്റ്റ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായില്ല? അപ്പോൾ ഗുഡ്സ്, അപ്പോൾ നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറയുമ്പോഴും ഇവിടെ എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സും ക്യാഷുമാണ്. ഞാൻ ഈ ഗുഡ്സിന്റെ വിശദമായിട്ടുള്ള ഞാൻ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. തൽക്കാലം നമ്മൾ ഈ പർച്ചേസ്ഡ് ഗുഡ്സ് എലിമെന്റ് ഗുഡ്സും ക്യാഷും ആയിട്ട് എടുക്കുക. ഗുഡ്സും ക്യാഷ് എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പർച്ചേസ്ഡ് ഗുഡ്സ് പേരൊന്നും പറയുന്നില്ല, ദാറ്റ് മീൻസ് വി അസ്യൂം ദാറ്റ് ദിസ് ഇസ് ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഗുഡ്സും ക്യാഷും എടുത്തു. അപ്പോൾ ഇവിടെ അക്കൗണ്ട്സ് കുറച്ചൊക്കെ പഠിച്ചവർക്ക് ഒരു സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സംശയം വരാം, പർച്ചേസ്ഡ് ഗുഡ്സ് ഒരു എലിമെന്റ് പർച്ചേസ് അല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും പർച്ചേസ് ആണ്, നമുക്ക് പർച്ചേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബട്ട് ജേർണലൈസ് നമ്മൾ പഠിക്കുന്ന നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ഗുഡ്സ് ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുക. ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ജേർണൽ എൻട്രി കുറെ കൂടി തെറ്റാതെ എഴുതാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജേർണലോട്ട് വരുമ്പോൾ അതിൻ്റെ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ്, ഗുഡ്സും ക്യാഷും. അതുപോലെ അടുത്തത് പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം. അപ്പോൾ ഒരു പേര് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ പേര് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു എലിമെന്റ് ഗുഡ്സ്, മറ്റേ എലിമെന്റ് രാം. ക്ലിയർ ആയല്ലോ? അതുപോലെ സോൾഡ് ഗുഡ്സ്, ഗുഡ്സും ക്യാഷ്. സോൾഡ് ഗുഡ്സ് ടു മോഹൻ. അപ്പോൾ ഗുഡ്സ് ടു മോഹൻ എന്ന് പറയുമ്പോൾ മോഹന് വിറ്റു. അപ്പോൾ ആ പേര് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വിൽ ബി ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ എലിമെന്റ് ഗുഡ്സ് മോഹൻ. അതുപോലെ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, അല്ലെങ്കിൽ മണി ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ്, അല്ലെങ്കിൽ ക്യാഷ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ബിസിനസ്, ഇങ്ങനെ പല പേരിൽ പറയും. കമൻസ്ഡ്, സ്റ്റാർട്ടഡ് ബിസിനസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരാൾ ബിസിനസ്സിലോട്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എലിമെന്റ് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ. അപ്പോൾ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഒരു എലിമെന്റ് ക്യാഷ്, മറ്റേ എലിമെന്റ് ക്യാപിറ്റൽ. ഇനി ഇയാൾ കമൻസ്ഡ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇയാൾ വീട്ടിൽ കിടക്കുന്ന ഫർണിച്ചർ ഷോപ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ ഫർണിച്ചർ ഈസ് അനദർ എലിമെന്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നാലും വൺ ഓഫ് ദ എലിമെന്റ്, പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നാലും വൺ ഓഫ് ദ എലിമെന്റ് മസ്റ്റ് ബി ക്യാപിറ്റൽ, മറ്റത് അയാൾ കൊണ്ടുവരുന്ന സാധനം. ഓക്കെ, അതാണ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാഷ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ ബിസിനസ്സിൽ കാശ് മുടക്കുകയാണെങ്കിൽ നമ്മൾ പറയും എയ്സ് ക്യാപിറ്റൽ, ബി മുടക്കുകയാണെങ്കിൽ ബീസ് ക്യാപിറ്റൽ. ബട്ട് നോർമലി സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നമ്മൾ എന്താ പറയുന്നത്, പേര് ഹൈലൈറ്റ് ചെയ്യില്ല, വെറുതെ ക്യാപിറ്റൽ എന്ന് മാത്രമേ പറയുള്ളൂ.
അപ്പോൾ ആക്ച്വലി ക്യാപിറ്റലിന് മുമ്പേ ഒരു പേരുണ്ട്, സൈലന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം നമുക്ക് അടുത്ത സ്റ്റേജ് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ക്യാപിറ്റലിന് മുമ്പ് ഒരു പേരിന്റെ നെയിം ഘടകമുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. അടുത്തത് റെന്റ് പെയ്ഡ്. അപ്പോൾ റെന്റും ക്യാഷും, സംശയമൊന്നുമില്ലല്ലോ. എന്ത് പേയ്മെന്റ്, ഇപ്പോൾ സാലറി പെയ്ഡ് ആണെങ്കിൽ സാലറിയും ക്യാഷ്, കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ കമ്മീഷനും ക്യാഷും. അപ്പോൾ എന്ത് ചിലപ്പോൾ എലിമെന്റ് എന്ന് റെന്റ്, സാലറി. അടുത്ത ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്. ഇതും പറഞ്ഞ കണക്ക് എൻറ്റിറ്റി കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെടുന്ന പ്രൊപ്രൈറ്റർ സ്വന്തം ആവശ്യത്തിന് എന്ത് കൊണ്ടുപോകണമെങ്കിൽ, ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു എലിമെന്റ് ക്യാപിറ്റൽ, മറ്റേ എലിമെന്റ് ഓപ്പോസിറ്റ് എലിമെന്റ് അയാൾ കൊണ്ടുവരുന്ന സാധനം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്. അയാൾ സ്വന്തം ആവശ്യത്തിന് എന്ത് കൊണ്ടുവന്നാലും വൺ ഓഫ് ദ എലിമെന്റ് എന്ന് പറയുന്ന ഡ്രോയിങ്സ് ആയിരിക്കും. മറ്റേ എലിമെന്റ് കൊണ്ടുപോകുന്ന സാധനം ക്യാഷോ ഗുഡ്സോ എന്താണോ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഡ്രോയിങ്സ് ക്യാഷ്. ഇവിടെ ഡ്രോയിങ്സിന് മുമ്പേയും ആക്ച്വലി നമുക്ക് പേരിന്റെ ഘടകമുണ്ട്. ഇപ്പോൾ എ വിഡ്രോ ചെയ്യണമെങ്കിൽ എസ് ഡ്രോയിങ്സ്, ബി വിഡ്രോ ചെയ്യണമെങ്കിൽ ബി ഡ്രോയിങ്സ്. ബട്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നമ്മൾ വെറുതെ സിമ്പിൾ ഡ്രോയിങ്സേ ഉപയോഗിക്കുകയുള്ളൂ. ബട്ട് ഇൻ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്ത് പേര് ഹൈലൈറ്റ് ചെയ്ത് പറയും. എ മുടക്കിയാൽ എസ് ക്യാപിറ്റൽ, ബി മുടക്കിയാൽ ബീസ് ക്യാപിറ്റൽ. അതുപോലെ ഡ്രോയിങ്സ് വരുമ്പോൾ എസ് ഡ്രോയിങ്സ്, ബീസ് ഡ്രോയിങ്സ് എന്ന് പ്രത്യേകം എഴുതും. പക്ഷേ സോൾ പ്രൊപ്പറേറ്ററിൽ എഴുതൂല. ബട്ട് ഇവിടെ എല്ലാം നമുക്കൊരു കാര്യം മനസ്സിലാവും, ക്യാപിറ്റൽ ആയാലും ഡ്രോയിങ്സ് ആയാലും അതിൻ്റെ അവിടെ ഒരു പേരിൻ്റെ ഘടകം ഉണ്ട് എന്നുള്ളത് മാത്രം. ക്ലിയർ ആയല്ലോ? അതുപോലെ സാലറി പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റ് വി ക്യാൻ ഇഷ്യൂ ചെക്ക്. ചെക്ക് ഇഷ്യൂ ചെയ്യാം. ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസേൺഡ് പേഴ്സൺ കളക്ട് മണി ഫ്രം ബാങ്ക്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനി പേയ്മെന്റ് മെയ്ഡ് ബൈ ചെക്ക് ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും. മറ്റത് നമ്മൾ കൊടുക്കുന്ന ചെലവോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണ് കൊടുക്കുന്ന പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും അനദർ എലിമെന്റ്. ഓക്കെ. ഇനി അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ. നമുക്ക് കമ്മീഷൻ കിട്ടി. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും പറയുന്നില്ല, ഡ്യൂ അങ്ങനെയൊന്നും കടത്തിനോ അല്ലെങ്കിൽ കിട്ടാനുള്ളതൊന്നും അല്ല. കമ്മീഷൻ, റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ഒരു എലിമെന്റ് ക്യാഷ്, മറ്റേ എലിമെന്റ് കമ്മീഷൻ. അതുപോലെ സോൾഡ് ഗുഡ്സ് റിസീവ്ഡ് ചെക്ക്, സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക്. അപ്പോൾ നമ്മൾ സാധനം വിറ്റു, നമുക്ക് ചെക്ക് കിട്ടി. ഈ ചെക്ക് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെക്ക് കിട്ടി, സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക്. ഈ ചെക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചെക്ക് റിസീവ് ചെയ്തിട്ട് നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, ഈ ചെക്ക് കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നോർമലി ഇറ്റ് വിൽ ട്രീറ്റഡ് ആസ് ക്യാഷ്. അല്ല, ചെക്ക് നമ്മുടെ കൈ കിട്ടിയ ഉടൻ നമ്മൾ ബാങ്ക് റിസീവർ എന്ന് പറയുന്നത് നമുക്ക് ബാങ്ക് ഇടാതെ നമ്മൾ ബാങ്ക് എലിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ചെക്ക് കിട്ടി, നമ്മുടെ കൈ ഇരിക്കുന്നു, ഇനി നെക്സ്റ്റ് ഡേ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഡെപ്പോസിറ്റ്, അപ്പോൾ ചെക്ക് കിട്ടുന്ന അവസരത്തിൽ എപ്പോഴും നമ്മൾ ക്യാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇനി നെക്സ്റ്റ് ഡേ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ചില ക്വസ്റ്റ്യനകത്തൊക്കെ നമ്മൾ ടെക്സ്റ്റുകളിലൊക്കെ മിക്കവാറും കാണാറുണ്ട്. ഇപ്പോൾ സോൾഡ് ഗുഡ്സ് റിസീവ്ഡ് ചെക്ക് അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് ആസ് ചെക്ക് എന്ന് പറയുമ്പോൾ അവർ ഡയറക്റ്റ് ബാങ്ക് ഒരു എലിമെന്റ് ആയിട്ട് എടുക്കുന്ന ക്വസ്റ്റ്യനിൽ സാധാരണ ടെക്സ്റ്റിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിന്റെ കാരണം അതങ്ങനെ എടുക്കുന്നതിനകത്ത് തെറ്റില്ല. നമ്മൾ സാധാരണ ഒരു ചെക്ക് കിട്ടിയാൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് ഇവിടെ നമ്മൾ സോൾഡ് ഗുഡ്സ് റിസീവ്ഡ് ചെക്ക്, അടുത്ത ട്രാൻസാക്ഷനിലൊന്നും ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാത്ത കാര്യം ഒന്നും പറയുന്നില്ലെങ്കിൽ, നോർമലി ചെക്ക് കിട്ടിയാൽ നമ്മുടെ കൈ വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ചെക്ക് കിട്ടിയാൽ നമ്മൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഒന്നും പറയുന്നില്ല, സോൾഡ് ഗുഡ്സ് റിസീവ്ഡ് ചെക്ക്, താഴെ അടുത്ത ട്രാൻസാക്ഷനിലും ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ വി ക്യാൻ അസ്യൂം ദാറ്റ്. നമുക്ക് ആ അസംഷന്റെ പുറത്ത് നമ്മൾ വിചാരിക്കണം ചെക്ക് കിട്ടി, നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ്, ആ അസംഷന്റെ ബേസിൽ ബാങ്ക് ഒരു എലിമെന്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ ആണെങ്കിൽ ഇവിടെ നമുക്ക് എടുക്കാം സോൾഡ് ഗുഡ്സ് റിസീവ്ഡ് ചെക്ക്, ബാങ്കും ഗുഡ്സും. നേരെ മറിച്ച് ഈ പറഞ്ഞ 11 ശേഷം അത് നെക്സ്റ്റ് വിത്തിൻ 2-3 ഡേയ്സിന് ചിലപ്പോൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ബാങ്ക് എഴുതിയാൽ പിന്നെ നമുക്ക് അവിടെ എൻട്രി എഴുതാൻ പറ്റാതെ വരും. ഓക്കെ. അതുകൊണ്ട് ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. സോൾഡ് ഗുഡ്സ് റിസീവ്ഡ് ചെക്ക് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചെക്ക് കിട്ടി നമ്മുടെ കൈവശം ഇരിക്കുകയാണെങ്കിൽ വിൽ ബി ഈക്വൽ ടു ക്യാഷ്. ഇത് എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കണം. പിന്നെ ടെസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന അസംഷൻ ഒരു ക്വസ്റ്റ്യനകത്ത് ചെക്ക് സോൾഡ് ഗുഡ്സ് റിസീവ്ഡ് ചെക്ക്, പിന്നെ സബ്സിക്വന്റ് ഡേറ്റും ചെക്കിന്റെ കാര്യം അവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് വൈൽ റിസീവിംഗ് ഇമ്മീഡിയറ്റ്ലി വി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്ലിയർ ആയാലും ആ അസംഷൻ വെച്ച് ഒരു എലിമെന്റ് ബാങ്ക് ആയിട്ട് എടുക്കാം. അടുത്ത ചെക്ക് ഇഷ്യൂഡ് ടു രാം, പ്രശ്നമൊന്നുമില്ല, രാം ബാങ്ക്.
ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാങ്കിൽ പോയി എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക? ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു എലിമെന്റ് ക്യാഷ്, മറ്റേ എലിമെന്റ് ബാങ്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് 2 എലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? മനസ്സിലായല്ലോ? അപ്പോൾ 2 എലിമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു പേര് ഹൈലൈറ്റ് ചെയ്ത് പറയണമെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും പറഞ്ഞ് പേരുണ്ടെന്നും പറഞ്ഞ് നമുക്ക് ബ്ലൈൻഡായിട്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഇപ്പം ക്യാഷ് സെയിൽസ് ടു മോഹൻ ഒരു ട്രാൻസാക്ഷൻ. ക്യാഷ് സെയിൽസ് ടു മോഹൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ്? ക്യാഷ് സെയിൽസ് മീൻസ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലേ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷിൻ്റെ ഷോർട്ട് ഫോമാണ് ക്യാഷ് സെയിൽസ്. അപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണെങ്കിൽ അവിടെ പിന്നെ പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, അവിടെ പേരുണ്ടെങ്കിലും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം അവിടെ നിർത്തുകയാണെങ്കിൽ ദറ്റ് ഈസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ബട്ട് പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം ഫോർ ക്യാഷ് അല്ലെങ്കിൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം ആൻഡ് റിസീവ്ഡ് ചെക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ആവുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ പേര് മാത്രം നമ്മൾ ബ്ലൈൻഡായിട്ട് കൺസിഡർ ചെയ്യാതെ നമ്മൾ ആ ട്രാൻസാക്ഷൻ ഫുൾ മനസ്സിലാക്കിയിട്ട് വേണം ഡെബിറ്റും ക്രെഡിറ്റ് അല്ല ക്യാഷ് ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ തിരിച്ച് മനസ്സിലാക്കാൻ. ഓക്കെ, ശരി. ഇനി നമുക്ക് ആദ്യം ഈ 2 എലിമെന്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഫർണിച്ചർ ക്യാഷ്, അതുപോലെ പർച്ചേസ്ഡ് ഗുഡ്സ് ക്യാഷ്, പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം സോൾഡ് ഗുഡ്സ് ക്യാഷ്, കമ്മൻസ്ഡ് ബിസിനസ് ക്യാഷ് ക്യാപിറ്റൽ, റെന്റ് പെയ്ഡ് എല്ലാം ക്ലിയർ ആയി കാണുമല്ലോ. ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഓരോ ഹെഡ് ഉണ്ടല്ലോ, ഈ ഹെഡ് ഫർണിച്ചർ, ക്യാഷ്, ഗുഡ്സ് ഇങ്ങനെയുള്ള സംഭവം, ഇതിന് നമ്മൾ ഓരോ അക്കൗണ്ട് എന്ന് പറയും. ഈ അക്കൗണ്ട് നമ്മൾ ഒന്നിനെ ഡെബിറ്റ് ചെയ്യണം, വേറൊന്നിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഈ അക്കൗണ്ട് ഓരോന്നിനും ഒന്ന് ഡെബിറ്റ് ചെയ്യണം, വേറൊന്നിനെ ക്രെഡിറ്റ് ചെയ്യണം. അതിന് നമുക്ക് അക്കൗണ്ടിങ്ങിൽ നമ്മളൊരു ഗോൾഡൻ റൂൾസ് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പറഞ്ഞ അക്കൗണ്ട്സിന് ഈ ഡെബിറ്റും ക്രെഡിറ്റും ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അക്കൗണ്ട്സിന് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് മീൻസ് അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് ക്യാഷ്. അസറ്റും പ്രോപ്പർട്ടിയും ക്യാഷ് അടക്കം എല്ലാം ഏത് കാറ്റഗറി വരും? റിയൽ കാറ്റഗറി. നമ്മൾ ഇതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം, ഈ ഓബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ട്രാൻസാക്ഷനിൽ കണ്ട ഒരുപാട് എലിമെന്റ്സ് കണ്ടു. ഈ എലിമെന്റ്സിനെ ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം, അതിന് നമുക്ക് തന്നിട്ടുള്ള ബേസിക് റൂളാണ് ഈ ഗോൾഡൻ റൂൾ അക്കൗണ്ട്സിൻ്റെ. ഈ ഗോൾഡൻ റൂളിന് നമ്മൾ അക്കൗണ്ട്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ കണ്ട എലിമെന്റ്സിനെ എല്ലാം 3ആയിട്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് ക്യാഷ്. അതിന് എക്സാമ്പിൾ പറഞ്ഞു. എന്നിട്ട് റിയൽ അക്കൗണ്ടിൻ്റെ ഒരു റൂൾ പറയുന്നുണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, അപ്പോൾ റിയൽ കാറ്റഗറിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ, ഒരു എലിമെന്റ് ആണ് ആ ട്രാൻസാക്ഷനകത്ത് വരികയാണെങ്കിൽ കംസ് ഇൻ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഗോസ് ഔട്ട് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അതുപോലെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട്, ഒരു പേരുമായിട്ട് ബന്ധപ്പെടുന്നത്. അക്കൗണ്ട്സ് ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് മീനിങ് ആണ്. ഈ പേഴ്സൺസിനകത്ത് എന്തൊക്കെ വരാം? ഒരു ഇൻഡിവിജ്വൽ വ്യക്തി വരാം, കമ്പനി, ഫേം ഓർ എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഇൻക്ലൂഡിങ് ബാങ്ക് അടക്കം ഇതെല്ലാം പേഴ്സണൽ കാറ്റഗറി. ഒരു പേരുമായിട്ട് ബന്ധമുള്ള എല്ലാം പേഴ്സണൽ കാറ്റഗറി. എന്നിട്ട് അതിനും ഒരു റൂള് പറയുന്നുണ്ട്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ. റിസീവർ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷൻ എലിമെന്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു എലിമെന്റ് പേഴ്സണൽ അക്കൗണ്ട് ഗ്രൂപ്പിൽ പെടുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അയാൾ റിസീവർ ആണോ ഗിവർ ആണോ നോക്കണം. ക്ലിയർ ആയോ? അതുപോലെ 3ാമത്തെ കാറ്റഗറി നോമിനൽ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസ്, ലോസ്, ഇൻകം ആൻഡ് ഗെയിൻസ് എല്ലാം നമുക്ക് നോമിനൽ കാറ്റഗറി വരും. എന്നിട്ട് അതിനൊരു റൂള് പറയുന്നത് എക്സ്പെൻസ് ലോസ്, ഡെബിറ്റ് ആൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകം ആൻഡ് ഗെയിൻ. എക്സ്പെൻസും ലോസും ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഇൻകം ഗെയിനും ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഈ ഗോൾഡൻ റൂൾ അനുസരിച്ച് നമ്മൾ ഒരു ട്രാൻസാക്ഷനുള്ള അനലൈസ് ചെയ്ത 2 എലിമെന്റ് ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് നമുക്ക് ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുവരെയുള്ള സ്റ്റേജ് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് കുറേ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ ആയിരുന്നു.
ഇതിൽ നിന്ന് നമ്മൾ 2 എലിമെന്റ് കണ്ടുപിടിച്ചു അല്ലേ? ക്യാഷ് ഗുഡ്സ് ഇങ്ങനെ എലിമെന്റ്. അപ്പോൾ ഈ ഗുഡ്സ് ഈ എലിമെന്റ് ആണ് പിന്നെ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്താൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ട് ഏതിനെ ഡെബിറ്റ് ചെയ്യണം ഏതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ഇനി 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എലിമെന്റ് ഇത് റിയൽ ആണോ പേഴ്സണൽ ആണോ നോമിനൽ ആണോ എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ അടുത്ത പണി. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫർണിച്ചർ കം അണ്ടർ റിയൽ കാറ്റഗറി, അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് ക്യാഷ് റിയൽ കാറ്റഗറിയാണ്. അപ്പോൾ ഫർണിച്ചർ റിയൽ കാറ്റഗറി, ക്യാഷ് ആൾസോ റിയൽ കാറ്റഗറി, ഗുഡ്സ് ആൾസോ റിയൽ കാറ്റഗറി, ക്യാഷ് റിയൽ കാറ്റഗറി. അതുപോലെ ഗുഡ്സ് രാം കം അണ്ടർ പേഴ്സണൽ കാറ്റഗറി. അതുപോലെ സോൾഡ് ഗുഡ്സും ക്യാഷും റിയൽ കാറ്റഗറി, സോൾഡ് ഗുഡ്സ് ടു മോഹൻ ഗുഡ്സ് റിയൽ, മോഹൻ പേഴ്സണൽ. കമ്മൻസ് ടു ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ക്യാഷ് റിയൽ ആണ്, സംശയമൊന്നുമില്ല. ക്യാപിറ്റൽ അവിടെ പേര് സൈലന്റ് ആണ്, അപ്പോൾ നമുക്ക് ഇത് പേഴ്സണൽ കാറ്റഗറി ഉൾപ്പെടുത്തണം. ക്ലിയർ ആയല്ലോ. ക്യാപിറ്റൽ, പേഴ്സണൽ. അതുപോലെ റെന്റ് പെയ്ഡ്, അപ്പോൾ റെന്റ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറി? റെന്റ് പെയ്ഡ്. നമ്മൾ പറഞ്ഞു എക്സ്പെൻസ് ലോസ്, ഇൻകം ഗെയിൻ, ഇങ്ങനെ വരുന്ന എല്ലാമാണ് നോമിനൽ കാറ്റഗറി. അപ്പോൾ ഇവിടെ പെയ്ഡ്, റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് റെന്റ് നോമിനൽ കാറ്റഗറി. ക്യാഷ് റിയൽ കാറ്റഗറി തന്നെയാണ്. ഉള്ള ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ ആയതുകൊണ്ട് ഒരാൾ നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ വെറും ഡ്രോയിങ്സ് എന്നേ പറയുള്ളൂ. ബട്ട് പാർട്ണർഷിപ്പ് ഒക്കെയാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് പേര്. പക്ഷെ അവിടെ പേര് നെയിമിൻ്റെ ഘടകം, പേരിൻ്റെ ഘടകം അതിനകത്തുണ്ട്, സൈലന്റ് ആണ്. അപ്പോൾ ഈ ഡ്രോയിങ്സും കമ്മണ്ടർ പേഴ്സണൽ കാറ്റഗറി. ക്യാഷ് റിയൽ തന്നെയാണ്. പിന്നെ സാലറി നോമിനൽ, ബാങ്ക് പേഴ്സണൽ, കമ്മീഷൻ നോമിനൽ, ക്യാഷ് റിയൽ തന്നെയാണ്. സോൾഡ് ഗുഡ്സ് ബാങ്ക് പേഴ്സണൽ, ഗുഡ്സ് റിയൽ. രാം പേഴ്സണൽ, ബാങ്ക് പേഴ്സണൽ. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് റിയൽ, ബാങ്ക് പേഴ്സണൽ. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ട്രാൻസാക്ഷനകത്തുള്ള 2 എലിമെന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇത് റിയൽ കാറ്റഗറി ആണോ നോമിനൽ കാറ്റഗറി ആണോ പേഴ്സണൽ കാറ്റഗറി ആണോ എന്ന് കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഗോൾഡൻ റൂളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഏതിനെ ഡെബിറ്റ് ചെയ്യാം അല്ലെ ഏതിനെ ക്രെഡിറ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് പരിശോധിക്കാം. ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ, അപ്പോൾ ഫർണിച്ചർ ഒരു എലിമെന്റ്, ക്യാഷ് അനദർ. ഫർണിച്ചർ കം അണ്ടർ റിയൽ കാറ്റഗറി അല്ലേ, റിയൽ കാറ്റഗറി. അപ്പോൾ റിയൽ കാറ്റഗറിയുടെ നമ്മൾ ഗോൾഡൻ റൂളിൽ പറയുന്നത് എന്താണ്? റിയൽ കാറ്റഗറി പ്രകാരം ഗോൾഡൻ റൂളിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ റിയൽ കാറ്റഗറി ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട 2 വേർഡ് ശ്രദ്ധിക്കുക. ഇസ് ഇറ്റ് കംസ് ഇൻ ഓർ ഗോസ് ഔട്ട്, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷനകത്ത് പർച്ചേസ്ഡ് ഫർണിച്ചർ റിയൽ കാറ്റഗറി, നമ്മൾ എന്നിട്ട് ആ ഫർണിച്ചറിലോട്ട് ഫോക്കസ് ചെയ്യുക. ഫർണിച്ചർ റിയൽ കാറ്റഗറി ആണ്. വാട്ട് ഹാപ്പൻ ടു ദിസ് ഫർണിച്ചർ? ഇസ് ഇറ്റ് കംസ് ഇൻ ഓർ ഗോസ് ഔട്ട്? ദാറ്റ്സ് ആൾ. നമ്മൾ എന്താണെന്ന് മാത്രം നോക്കുക. അപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ, അപ്പോൾ ഫർണിച്ചർ റിയൽ കംസ് ഇൻ ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്ലിയർ ആയോ? അതുപോലെ ക്യാഷ് ഏത് കാറ്റഗറിയാണ്? റിയൽ. വാട്ട് ഹാപ്പൻ ടു ക്യാഷ്? ക്യാഷ് ഗോസ് ഔട്ട്, നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് നമ്മളൊരു ജേണൽ എഴുതുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ ഒരു ജേണൽ എഴുതിയാൽ അതിനകത്ത് വൈ യു ആർ ഡെബിറ്റിംഗ്, വൈ യു ആർ ക്രെഡിറ്റിംഗ്, അതിൻ്റെ ഒരു ആൻസർ പറയാൻ നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ജേണലിനകത്ത് ഒരിക്കലും പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരുപാട് പേര് ജേണലീസ് പഠിച്ചുവെങ്കിലും പെട്ടെന്നൊരു എൻട്രി ചോദിക്കുമ്പോൾ തിരിഞ്ഞു പോകും. സ്വാഭാവികമാണ്. അത് ഈ ബേസിക്കിൽ വരുന്ന അപാകത കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. പർച്ചേസ്ഡ് ഫർണിച്ചർ റിയൽ. വാട്ട് ഹാപ്പൻ ടു ഫർണിച്ചർ? കംസ് ഇൻ, ദാറ്റ് ഈസ് വൈ ഡെബിറ്റ്. ക്യാഷ് ഗോസ് ഔട്ട്, ക്രെഡിറ്റ്. അതുപോലെ പർച്ചേസ്ഡ് ഗുഡ്സ്. ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് റിയൽ കാറ്റഗറിയാണ്. വാട്ട് ഹാപ്പൻ ടു ഗുഡ്സ്? കംസ് ഇൻ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ്. ബട്ട് നമ്മൾ ഈ ഗുഡ്സിൻ്റെ കേസ് നമുക്ക് ജേണലിലോട്ട് എഴുതുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ അനലൈസ് ചെയ്ത് ഡെബിറ്റും ക്രെഡിറ്റും ഫിക്സ് ചെയ്തിട്ട് വി ആർ എൻ്ററിങ്
ജേണൽ ഫോർമാറ്റ്. അപ്പോൾ അതിനകത്ത് എഴുതുമ്പോൾ ഗുഡ്സ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. ഗുഡ്സ് മാറ്റി പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സിന്റെ സ്ഥാനത്ത് ഗുഡ്സ് കംസ് ഇൻ, ഗുഡ്സിന്റെ സ്ഥാനത്ത് പർച്ചേസ് ഡെബിറ്റ് ചെയ്യുക. അതുപോലെ സോൾഡ് ഗുഡ്സ് ഗോസ് ഔട്ട് ആണെങ്കിൽ ഗുഡ്സിന്റെ സ്ഥാനത്ത് സെയിൽസ് ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, പിന്നെ പേഴ്സണൽ ആവശ്യത്തിന് ഗുഡ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. നമുക്കത് വിശദമായിട്ട് പഠിക്കാം. തൽക്കാലം നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ, എൻ്റെ അഭിപ്രായത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ എനിക്ക് തോന്നുന്നു ഈ ഗുഡ്സ് ആണ് വളരെ കറക്റ്റാണ്. നമ്മളവിടെ ഗുഡ്സായിട്ട് അനലൈസ് ചെയ്തിട്ട് ജേണൽ എഴുതുമ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്താൽ നമുക്ക് തെറ്റാനുള്ള സാധ്യത വളരെ കുറയും. ഓക്കെ, അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് റിയൽ കംസ് ഇൻ, ക്യാഷ് ഗോസ് ഔട്ട്. ഇനി അടുത്തത് നമുക്ക് പരിശോധിക്കാം. പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം. അപ്പോൾ ഗുഡ്സ് പ്രശ്നമൊന്നുമില്ല, റിയൽ ആണ്, കംസ് ഇൻ ഡെബിറ്റ്. രാം ഏത് കാറ്റഗറിയാണ്? പേഴ്സണൽ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ പറയുന്നത്? പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗീവർ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ പറയുന്നതാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗീവർ. ഓക്കെ, അപ്പോൾ റിയൽ കാറ്റഗറി ആണെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരേണ്ട രണ്ട് വേർഡ് കംസിനാണോ ഗോസ് ഔട്ട് ആണോ നോക്കണം. പേഴ്സണൽ ആണെങ്കിൽ റിസീവർ ആണോ ഗീവർ ആണോ എന്ന് വേണം നോക്കാൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ജേണലിയുടെ എഫക്റ്റ് എങ്ങനെ വരുന്നു. ഓക്കെ, പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം. രാമിൻ്റെ സാധനം മേടിച്ചു. അപ്പോൾ ഗുഡ്സ് ഓക്കെ, റിയൽ കംസ് ഇൻ ഡെബിറ്റ്, ഡൗട്ടൊന്നുമില്ല. ബട്ട് രാം പേഴ്സണൽ. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ റോൾ ഓഫ് രാം? നമ്മൾ പേഴ്സണൽ കാറ്റഗറി ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് വേർഡ്, ഈ റിസീവർ ആണോ അയാൾ ഗീവർ ആണോ എന്നുള്ള കാര്യം. അയാൾ റിസീവർ ആണോ ഗീവർ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ. ഇപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം, രാമിൻ്റെ മേടിക്കുന്നു. അപ്പോൾ രാമിൻ്റെ വാങ്ങുകയാണെങ്കിൽ രാം ആരാണ്? റിസീവർ ആണോ ഗിവർ ആണോ? അപ്പോൾ രാം ഗിവർ ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ എലിമെന്റിന് നേരെ പേഴ്സണൽ കാറ്റഗറിയാണ് വരികയാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ മനസ്സിൽ ഫില്ല് ചെയ്യേണ്ട കാര്യം അയാൾ റിസീവർ ആണോ ഗിവർ ആണോ എന്നാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പ്രശ്നമൊന്നുമില്ല. സോൾഡ് ഗുഡ്സ് റിയൽ തന്നെയാണ്. ഗുഡ്സ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്, ക്യാഷ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്. ഇനി ഗുഡ്സ് സോൾഡ് ടു മോഹൻ. അപ്പോൾ ഇവിടെ മോഹൻ ഗുഡ്സ് ഓക്കെ, ഗോസ് ഔട്ട് ക്രെഡിറ്റ്. മോഹൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് മോഹൻ? സോൾഡ് ഗുഡ്സ് ടു മോഹൻ. നമ്മൾ മോഹനിലോട്ട് സാധനം വിൽക്കുകയാണ്. അപ്പോൾ മോഹൻ ഈസ് ദ റിസീവർ. മോഹൻ റിസീവർ, അതുകൊണ്ട് നമ്മൾ മോഹനെ ഡെബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, കമ്മൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. പ്രൊപ്രൈറ്റർ ബിസിനസ്സിലോട്ട് കാശ് തരികയാണ്, അല്ലേ? നമുക്കറിയാലോ, ഈ ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ക്യാഷ്? ക്യാഷ് കംസ് ഇൻ, ബിസിനസ്സിലോട്ട് പൈസ വരുന്നു. അപ്പോൾ ക്യാഷ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രൊപ്രൈറ്റർ? ഹി ഈസ് ദ ഗിവർ. ഹി ഈസ് ഇൻവെസ്റ്റിംഗ് മണി, അത് ഹി ഈസ് ദ ഗിവർ. അതുകൊണ്ട് അയാളെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ആൾവേസ് ക്രെഡിറ്റേ വരുള്ളൂ. അയാൾ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഹി ഈസ് ദ ഗിവർ, ക്രെഡിറ്റ്. ക്ലിയർ ആയല്ലോ? അതുപോലെ നെക്സ്റ്റ്, റെന്റ് പെയ്ഡ്. റെന്റ് നമുക്ക് പറഞ്ഞു നോമിനൽ കാറ്റഗറിയാണ്. അപ്പം നോമിനൽ ആണെങ്കിൽ നോമിനലിൻ്റെ റൂൾ പറയുന്നത് ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ പറയുന്നതാണ് ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകം ആൻഡ് ഗെയിൻസ്. ഓക്കെ, എക്സ്പെൻസും ലോസും ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഇൻകവും ഗെയിനും ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ റെന്റ് നോമിനൽ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ നോക്കണം. റെന്റ് പെയ്ഡ്, അപ്പോൾ റെന്റ് നോമിനൽ എക്സ്പെൻസ് ഡെബിറ്റ്. ഓക്കെ, ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അതുപോലെ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡ്രോയിങ്സ് ഒരു എലിമെൻ്റ് ആണ്. ഈ ഡ്രോയിങ്സ് എന്നുള്ള അവിടെ നെയിം ഘടകമുണ്ട്. ദിസ് ഈസ് പേഴ്സണൽ കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട ഡ്രോയിങ്സ് പേഴ്സണൽ ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രൊപ്രൈറ്റർ? ഈസ് ഹി റിസീവർ ഓർ ഗിവർ? ഇവിടെ ഡ്രോയിങ്സിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് സ്വന്തം ആവശ്യത്തിന് അയാൾ പോക്കറ്റ് വെച്ചുകൊണ്ട് പോവുകയാണ് ആക്ച്വലി. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഹി ഈസ് ദ റിസീവർ, മണി കം ഇൻ ടു ഹിസ് പോക്കറ്റ്. ബിസിനസ്സിൽ നിന്ന് പൈസ അയാളുടെ പോക്കറ്റിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഹി ഈസ് ദ റിസീവർ. ഡ്രോയിങ്സ് പേഴ്സണൽ റിസീവർ ഡെബിറ്റ്. വാട്ട് ഹാപ്പൻ ടു ക്യാഷ്? ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ നമുക്ക് ക്യാഷ് എന്ത് സംഭവിക്കുന്നു? ക്യാഷ് ഗോസ് ഔട്ട്. ക്യാഷ് ഇപ്പോൾ ഓഫീസിലെ ബിസിനസ്സിൻ്റെ ഡ്രോയിൽ നിന്ന് അയാളുടെ പോക്കറ്റിൽ പോകുന്നു. ഇസ് ഗോസ് ഔട്ട് ഫ്രം ബിസിനസ്. അപ്പോൾ ക്യാഷ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഡ്രോയിങ്സ് പേഴ്സണൽ റിസീവർ, ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അതുപോലെ സാലറി പെയ്ഡ് ബൈ ചെക്ക്, സാലറി ഇസ് ഓക്കെ, സാലറി നോമിനൽ എക്സ്പെൻസ് ഡെബിറ്റ്. ബാങ്ക് പേഴ്സണൽ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ, ബാങ്ക് പേഴ്സണൽ. അപ്പോൾ വാട്ട് ഈസ് ദ റോൾ ഓഫ് ബാങ്ക്? നമ്മൾ ഒരാൾക്ക് സാലറി ചെക്ക് കൊടുത്തു, ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സാലറി കിട്ടുന്ന ആൾ എന്ത് ചെയ്യും? ദിസ് ചെക്ക് വിൽ പ്രസന്റ് ഇൻ ബാങ്ക്, കളക്ട് മണി ഫ്രം ബാങ്ക്. ദറ്റ് ഈസ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ബാങ്ക്? ബാങ്കർ ഈസ് ദ ഗിവർ. അപ്പോൾ നമ്മൾ ബാങ്ക് എപ്പോഴും ഗിവറാണ്, ക്രെഡിറ്റ് ചെയ്യണം. എനി പേയ്മെന്റ് മെയ്ഡ് ബൈ ചെക്ക്, ബാങ്കിന്റെ റോൾ എന്ന് പറയുന്ന ഗിവർ ആയിരിക്കും, ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അതുപോലെ റിസീവ്ഡ് കമ്മീഷൻ, നമുക്ക് കമ്മീഷൻ കിട്ടി, അപ്പോൾ ക്യാഷ് റിയൽ കംസ് ഇൻ, ക്യാഷ് നമുക്ക് കിട്ടി. അതുപോലെ കമ്മീഷൻ, കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? വരവാണ്. അപ്പോൾ നോമിനൽ കാറ്റഗറി വരും. ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ജേണൽ ഈ അനലൈസ് ചെയ്യാനും മറ്റു കാര്യത്തിന് നമ്മൾ ആ റൂള്, ഗോൾഡൻ റൂള് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ബൈ ഹാർട്ട് ചെയ്യാൻ വല്ല കാര്യമൊന്നുമില്ല. റിയൽ കാറ്റഗറി ആണെങ്കിൽ കംസ് ഇൻ ഡെബിറ്റ് ചെയ്യണം, കോസ് ഔട്ട് ക്രെഡിറ്റ് ചെയ്യണം. പേഴ്സണൽ കാറ്റഗറി ആണെങ്കിൽ റിസീവർ ഡെബിറ്റ് ചെയ്യണം, ഗിവർ ക്രെഡിറ്റ് ചെയ്യണം. മറ്റേ നോമിനൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ഡെബിറ്റ് ചെയ്യണം, ഇൻകം ക്രെഡിറ്റ്. ഇതൊന്നും ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ. അതുപോലെ സോൾഡ് ഗുഡ്സ് റിസീവ്ഡ് ചെക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ചെക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഒരു അസംഷൻ എടുക്കുക, ബിക്കോസ് അടുത്ത ഡേറ്റിൽ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്ത കാണാത്തത് കൊണ്ട് ചെക്ക് കിട്ടി, നമ്മൾ ഇമ്മീഡിയറ്റ്ലി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള അസംഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബാങ്കായിട്ട് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ബാങ്ക് ആൻഡ് ഗുഡ്സ് സോൾഡ് ഗുഡ്സ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്, റിയൽ കാറ്റഗറിയാണ്, ഗോസ് ഔട്ട് ക്രെഡിറ്റ്. ബാങ്കിന്റെ റോൾ എന്തായിരിക്കും? റിസീവർ. നമ്മൾ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ, ബാങ്ക് റിസീവർ ഡെബിറ്റ്. ഓക്കെ. അതുപോലെ ചെക്ക് ഇഷ്യൂഡ് ടു രാമിന് ചെക്ക് കൊടുത്തു. അപ്പൊ രാമിന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, വാട്ട് ഈസ് ദ റോൾ ഓഫ് രാം പേഴ്സണൽ ഈസ് ദ റിസീവർ. ചെക്ക് രാമിനാണ് കൊടുക്കുന്നത്, രാം ഈസ് ദ റിസീവർ, ഡെബിറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ബാങ്ക്? നമ്മൾ രാമിന് ചെക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാം ചെക്ക് വിൽ പ്രസന്റ് ഇൻ ബാങ്ക് ആൻഡ് ഹി കളക്ട് മണി ഫ്രം ദ ബാങ്ക്. ഇപ്പോൾ റോൾ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗിവർ. ക്ലിയർ ആയോ? അതുപോലെ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്, നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നർത്ഥം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എലിമെന്റ് ബാങ്കും ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്, ബാങ്ക് ഈസ് ദ റിസീവർ. ക്ലിയർ ആയി? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജേണൽ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാൻ ഏതൊരു ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഞാൻ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ആ ഡെബിറ്റും ക്രെഡിറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ജേണലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എമൗണ്ട് അടക്കം നമുക്ക് ഫുള്ളായിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ജേണലൈസ് ചെയ്യാം? അപ്പോൾ ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആദ്യം ചെയ്യുമ്പോൾ, ഫസ്റ്റ് പടിയായിട്ട് ചെയ്യുമ്പോൾ ജേണൽ ആകിലും ഡയറക്റ്റ് ജേണൽ കോളത്തിൽ എഴുതാതെ നമ്മൾ ഈ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സൈസ് അനലൈസ് ചെയ്ത് പിന്നെ ജേണൽ എഴുതിയാൽ, 1-2 കണക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏതൊരു മിസ്റ്റേക്കും കൂടാതെ ഡയറക്റ്റ് ജേണൽ എഴുതാൻ കഴിയും. ഓക്കെ. എനിവേ, എന്തായാലും നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ജേണലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, മിസ്റ്റർ അനീഷ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്ലിയർ ആയോ? അനീഷ് ബിസിനസ് തുടങ്ങാൻ കാശ് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് 2 എലിമെന്റ് ഇവിടെ, ക്യാഷ്, ക്യാപിറ്റൽ. വെറും ക്യാപിറ്റൽ എടുക്കാം, അനീഷ് ക്യാപിറ്റൽ എടുക്കാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അനീഷ് ക്യാപിറ്റൽ എന്ന് എഴുതും, പക്ഷെ വെറും അനീഷ് എഴുതരുത്. ക്യാപിറ്റൽ എന്നുള്ള വേർഡ് മസ്റ്റ് ആണ്. കമ്മൻസ്ഡ് ബിസിനസ്, സ്റ്റാർട്ടഡ് ബിസിനസ് എന്നാൽ ക്യാപിറ്റൽ മസ്റ്റ് ആണ്. അനീഷിന്റെ പേര് നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് പേര് സൈലന്റ് ആയിരുന്നാലും പ്രശ്നമൊന്നുമില്ല, പരദോഷമൊന്നുമില്ല. ബട്ട് ക്യാപിറ്റൽ നിർബന്ധമായിട്ട് എഴുതണം. വെറും അനീഷ് ഒരു കാരണവശാലും എഴുതരുത്, പേഴ്സണൽ അക്കൗണ്ട് ആയിപ്പോവും, വേറെ കേസിലായി പോകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അനീഷ് ക്യാപിറ്റൽ, ക്യാഷ്, 2 എലിമെന്റ്. അപ്പോൾ അനീഷ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറി വരും? പേഴ്സണൽ. സംശയമൊന്നുമില്ലല്ലോ. അനീഷ് കാറ്റഗറി എന്ന് പറയുന്നത് പേഴ്സണലാണ്. ക്യാഷ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്, ക്യാപിറ്റൽ പേഴ്സണൽ ഗിവർ ക്രെഡിറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ, അല്ലേ? എലിമെന്റ് നമുക്കറിയാം, ഫർണിച്ചർ, ക്യാഷ്. ഫർണിച്ചർ രണ്ടും റിയൽ കാറ്റഗറിയാണ്. വാട്ട് ഹാപ്പൻ ടു ഫർണിച്ചർ? റിയൽ കാറ്റഗറി ആണെങ്കിൽ ഇസ് ഇറ്റ് കംസ് ഇൻ ഓർ ഗോസ് ഔട്ട്, അത്രയും മാത്രം നോക്കിയത്. ഇപ്പോൾ ഇവിടെ കംസ് ഇൻ ആണ്, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അതുപോലെ അടുത്ത പർച്ചേസ്ഡ് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. അതിനടുത്ത് പറഞ്ഞു ബാങ്ക് ക്യാഷും. ക്യാഷ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്, ബാങ്ക് റിസീവർ ഡെബിറ്റ്. ഓക്കെ. നെക്സ്റ്റ്, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്,
ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്. ഇത് നമുക്ക് ജേർണലൈസ് ചെയ്യുമ്പോൾ ചെറിയ മാറ്റം വരും, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ്, റോയുടെ നിന്ന് സാധനം മേടിച്ചു. അപ്പോൾ ഒരു എലിമെന്റ് ഗുഡ്സ് കംസ് ഇൻ ഡെബിറ്റ്, റോയ് പേഴ്സണൽ ഗിവർ ക്രെഡിറ്റ്. ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ്, ഓക്കെ, അത് കംസ് ഇൻ ഡെബിറ്റ് തന്നെയാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്, ക്യാഷ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്. ഇനി സോൾഡ് ഗുഡ്സ് ടു മോഹൻ, മോഹന് വിറ്റു ഗുഡ്സ്, അപ്പോൾ ഗുഡ്സ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്, മോഹന്റെ റോൾ എന്താണ്? റിസീവർ ഡെബിറ്റ്. ഇനി അതുപോലെ പർച്ചേസ്ഡ് സ്റ്റേഷനറി, സ്റ്റേഷനറി നോമിനൽ എടുക്കാം, റിയൽ ആയിട്ടും എടുക്കാം, പ്രശ്നമൊന്നുമില്ല. സ്റ്റേഷനറി നമ്മൾ സാധാരണ കൺസ്യൂം ചെയ്യുന്ന ഐറ്റമാണ്, അപ്പോൾ സാധാരണ നോമിനൽ കാറ്റഗറി ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്, അതിനകത്ത് തെറ്റൊന്നുമില്ല. റിയൽ കാറ്റഗറി ആയാലും പ്രശ്നമില്ല, ബിക്കോസ് നമ്മൾ റിയൽ കാറ്റഗറിയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ സാധാരണ അക്കൗണ്ട്സിൽ എടുക്കുമ്പോൾ എത്ര രൂപയുടെ സാധനം മേടിക്കുന്നു, ക്ലോസിംഗിൽ എത്ര ബാലൻസ് ഉണ്ട്, ഡിഫറൻസ് വിൽ ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്, അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ കൺസ്യൂമർ. അതുകൊണ്ട് രണ്ട് രീതിക്ക് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. റിയൽ കാറ്റഗറിയിൽ റിയൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല. റിയൽ കംസ് ഇൻ ഡെബിറ്റ്, ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അതുപോലെ റെന്റ് പെയ്ഡ്, റെന്റ് നോമിനൽ, പെയ്ഡ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്. പെയ്ഡ് സാലറി, സെയിം, സാലറി നോമിനൽ, എക്സ്പെൻസ് ഡെബിറ്റ്, ക്യാഷ് റിയൽ ഗോസ് ഔട്ട്. അതുപോലെ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്, സ്വന്തം ആവശ്യത്തിന് ക്യാഷ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവിടെ അറിയാം ഒരു എലിമെന്റ് ഡ്രോയിങ്സ്, ക്യാഷ് ഡ്രോയിങ്സ്, പ്രൊപ്പറേറ്റർ ബിസിനസ്സിന് കാശ് എടുക്കും, ഹീ ഈസ് ദ റിസീവർ, ഡെബിറ്റ്, ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അതുപോലെ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നു, അപ്പോൾ ക്യാഷ് റിയൽ കംസ് ഇൻ, ബാങ്ക് ഗിവർ, ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യണം, അപ്പോൾ ബാങ്ക് റോൾ എന്ന് പറയുന്നത് ഗിവറാണ്. ഓക്കെ, അതുപോലെ ക്യാഷ് പർച്ചേസ് ഫ്രം രാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാം പേര് കണ്ടോടെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും, മിസ്റ്റേക്ക് ആയിട്ട് എടുക്കരുത്. പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം അങ്ങനെ നിർത്തുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വി ക്യാൻ അസ്യൂം ദാറ്റ് ദിസ് ഈസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അല്ലെ വെറും പർച്ചേസ് ഗുഡ്സ് പറഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇവിടെ നമ്മൾ ക്ലിയർ ആണ്, ക്യാഷ് പർച്ചേസ് മീൻസ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ദാറ്റ് സിമ്പിൾ വേർഡാണ്, അല്ലെ അതിൻ്റെ വൺ വേർഡാണ് ക്യാഷ് പർച്ചേസ്, അല്ലെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് സാധനം മേടിച്ചാൽ ദർ ഇസ് നോ ഇമ്പോർട്ടൻസ് ഫോർ നെയിം, നെയിമിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. പേരുണ്ടെങ്കിലും നമ്മൾ പേര് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഗുഡ്സും ക്യാഷും തന്നെയാണ് ഇതിൽ. സെയിം തന്നെയാണ് ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസിൻ്റെ മീനിങ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അവിടെയും ഒരു എലിമെന്റ് ക്യാഷ്, മറ്റത് ഗുഡ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതും ഗുഡ്സ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്, ക്യാഷ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷന് ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണമെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ജേണൽ ഫോർമാറ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട്, അല്ലേ, കലാപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോർമാറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് വരച്ചിട്ട് ഇതിനെ നമ്മൾ അതിലോട്ട് ഇപ്പോൾ എഴുതുന്നു, അത്രയേ ഉള്ളൂ ജേണൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പ്രധാന ജോലി. അപ്പോൾ ആദ്യം ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ എലിമെന്റ് കണ്ടുപിടിക്കുക. എലിമെന്റ് തെറ്റിയാൽ പിന്നെ ബാക്കി എല്ലാം തെറ്റും. അതുകൊണ്ട് ആദ്യം എലിമെന്റ് കറക്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിനെ ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള ഫിക്സ് ചെയ്യുക. അതിന് നമ്മൾ ഗോൾഡൻ റൂളിന് നമുക്ക് വേണ്ട കാര്യം ഇത് ഏത് കാറ്റഗറി ആണോ, റിയൽ ആണോ, പേഴ്സണൽ ആണോ, നോമിനൽ ആണോ എന്ന് മാറ്റിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമ്മുടെ ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ പാസ്റ്റ് ജേണൽ എൻട്രീസ് ഉണ്ടോ. അനീഷ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാഷ് ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. ഇത് നമ്മൾ ജേണലിലോട്ട് എങ്ങനെ എഴുതുമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ജേണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ജേണലിൻ്റെ ഫോർമാറ്റ് ക്ലിയർ ആയല്ലോ? ജേണലിൽ നമുക്ക് വരുന്നത് ആദ്യം ഒരു ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് രണ്ടാമത്തെ പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ഫുൾ പേജ് ആയിട്ട് അങ്ങ് വരയ്ക്കുക, കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഇവിടെ നമ്മൾ എഴുതുന്നത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഡേറ്റ് എഴുതുക. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് ഇതിനകത്തുള്ള ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അനീഷ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് January 1. ഓക്കെ, അപ്പോൾ നമ്മൾ 1 January 1 എഴുതിയിട്ട് ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജേണൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഡേറ്റ് ഇടുക, January 1 ഡേറ്റ് ഇടുക, എന്നിട്ട് ഏത് അക്കൗണ്ടാണോ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് അത് ലെഫ്റ്റ് മാർജിൻ ചേർത്ത് എഴുതണം, ലെഫ്റ്റ് മാർജിൻ ചേർത്ത് ക്യാഷ്, എന്നിട്ട് അക്കൗണ്ട് ഈ റൈറ്റ് എൻഡ് ചേർന്ന് DR. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം, എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതുക, ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് എഴുതുക, എന്നിട്ട് ഏത് ഐറ്റമാണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ അല്പം സ്ഥലം ഉള്ളിലോട്ട് വിട്ടിട്ട് ടു ക്യാപിറ്റൽ, ടു കമ്പൽസറി അല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ 2 ഇടുന്നതുകൊണ്ട് തെറ്റുമില്ല.
ഓക്കെ, 2 ഇടുന്നതാണ് നമുക്ക് കുറെ കൂടി നേരത്തെയുള്ള സിസ്റ്റം, അതാണ് നമ്മൾ 2 ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അത് 2 കമ്പൽസറി അല്ല, ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട് 2 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എനിവേ, എന്തായാലും ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമില്ല. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. എന്നിട്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ്റെ ഒരു സമ്മറി, അനീഷ് സ്റ്റാർട്ടഡ് ബിസിനസ് എടുത്തിട്ട് നമ്മൾ ഈ കോളം മാത്രമേ വരയിടാവൂ. നമുക്ക് ഞാൻ ഓരോ ട്രാൻസാക്ഷൻ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സാധാരണ ഈ ജേണൽ നമ്മൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ മാത്രം, ഇത് നമുക്ക് ഓരോ കോളം ഇടാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ ജേണറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ നറേഷൻ ഈ കോളം മാത്രം ടോട്ടൽ ചെയ്താൽ മതി. നറേഷൻ്റെ കോളം മാത്രം ടോട്ടൽ ചെയ്യുക. ഓക്കെ, അതുപോലെ അടുത്ത ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ആ ക്വസ്റ്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ കംസ് ഇൻ ഡെബിറ്റ്. ഫർണിച്ചർ ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അടുത്ത ഡേറ്റ് കോളത്തിൽ ജനുവരി 3 ഡെബിറ്റ് ചെയ്യേണ്ട ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്ലിയർ ആയല്ലോ? അതുപോലെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ്, അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ, പിന്നെ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺഡ് ബാങ്കിൽ ബാങ്ക് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജേണറി എഴുതും ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് എഴുതി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്ലിയർ ആയല്ലോ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 10,000. ഇനി അടുത്തത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തവർ പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് അല്ലേ? അടുത്ത ജനുവരി 7 പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ ജേണലൈസ് ചെയ്യുമ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജേണലൈസ് ചെയ്യുമ്പോൾ ഈ ഗുഡ്സ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ജേണലിൽ നമ്മൾ ഗുഡ്സ് മസ്റ്റ് ബി റീപ്ലേസ്ഡ്. ഈ ഗുഡ്സ് മാറ്റിയിട്ട് നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സിൻ്റെ സ്ഥാനത്ത് പർച്ചേസ് ഡെബിറ്റ് ചെയ്യണം. മറ്റേ ബാക്കിയുള്ള എലിമെന്റ് ഒക്കെ സെയിം. ഗുഡ്സ് മാത്രം നമ്മൾ എഴുതുമ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സിന്റെ സ്ഥാനത്ത് പർച്ചേസ് എഴുതണം. സോൾഡ് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് ഗോസ് ഔട്ട്, ഗുഡ്സ് ക്രെഡിറ്റ് ചെയ്യുന്നതിനകത്ത് സെയിൽസ് എഴുതണം. അതുപോലെ നമ്മൾ പർച്ചേസ് റിട്ടേൺ വരും, ഗുഡ്സ് റിട്ടേൺഡ് ബൈ തിരിച്ചിങ്ങോട്ട് വരും, സെയിൽസ് റിട്ടേൺഡ് ടു, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഒക്കെ വരുമ്പോഴെല്ലാം ഗുഡ്സിന്റെ വേർഡ് മാറ്റി നമ്മൾ പർച്ചേസോ സെയിൽസോ പർച്ചേസ് റിട്ടേണോ സെയിൽസ് റിട്ടേണോ മാറ്റണം. പക്ഷേ ഇവിടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ്സ് ആയിട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ജനുവരി 7 ട്രാൻസാക്ഷൻ നമ്മൾ എഴുതിയത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ? ജനുവരി 7 പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ അടുത്ത ട്രാൻസാക്ഷനകത്ത് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അടുത്ത പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ് അല്ലേ? പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ്, കടത്തിന് വാങ്ങി. അപ്പോൾ ഒരു എലിമെന്റ് ഗുഡ്സ്, മറ്റേ എലിമെന്റ് റോയ്. അപ്പോൾ ഗുഡ്സിന്റെ സ്ഥാനത്ത് നമ്മൾ പർച്ചേസ് ഡെബിറ്റ് ചെയ്യുക, റോയ് ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ്. അതുപോലെ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ സോൾഡ് ഗുഡ്സ് ഉണ്ടോ? ജനുവരി 13. അപ്പോൾ ജനുവരി 13 നമ്മളിവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്ലിയർ ആയല്ലോ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ ഗുഡ്സ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്, ക്യാഷ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്. അപ്പോൾ ഇവിടെ ക്യാഷ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജേണൽ എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, അതായിരിക്കും ജേണറി. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അതുപോലെ അടുത്തത് മോഹൻ ഡെറ്റർ ടു സെയിൽസ്, മോഹനെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതുക മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അതുപോലെ സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എലിമെന്റ് അനലൈസ് ചെയ്യുമ്പോൾ ഗുഡ്സ് മാത്രം ശ്രദ്ധിക്കുക. ഗുഡ്സ് എന്നുള്ള വേർഡ്, ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസ്, സാധാരണ നമ്മൾ ഗുഡ്സ് ആയിരിക്കും നോർമൽ യൂസ് ചെയ്യുന്നത്. ഗുഡ്സ് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഗുഡ്സ് ആയിട്ട് അനലൈസ് ചെയ്യുക. ബട്ട് ജേണൽ എഴുതുമ്പോൾ ഗുഡ്സ് മാറ്റി പർച്ചേസോ സെയിൽസോ പർച്ചേസ് റിട്ടേണോ സെയിൽസ് റിട്ടേണോ ആക്കി മാറ്റേണ്ടി വരും. ഓക്കെ, ബാക്കിയുള്ള എലിമെന്റ് ഒന്നും ഒരു മാറ്റവും ഇല്ല. എല്ലാം എലിമെന്റ് ആസ് യൂഷ്വൽ. ഫർണിച്ചർ വാങ്ങിച്ചാൽ അത് തന്നെ എഴുതുക, മെഷീനറി ആണെങ്കിൽ മെഷീനറി, മോട്ടോർ കാർ ആണെങ്കിൽ മോട്ടോർ കാർ, സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി. ഇനി വേറെ ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാം നമ്മൾ എലിമെന്റ് അനലൈസ് ചെയ്യുന്ന ആസ് യൂഷ്വൽ ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം അത് മാത്രം എഴുതി പോയാൽ മതി. ഓക്കെ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ ഡ്രോയിങ്സ് ആണ് ഡെബിറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ ക്യാഷ് വിത്ഡ്രോൺ ഫ്രം ബാങ്ക്, ക്യാഷ് ഡെബിറ്റ് ചെയ്യണം ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജേണൽ എങ്ങനെ എഴുതണമെന്നുള്ള ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഇത്രയാണ് നമുക്ക് ജേണൽ എൻട്രീസിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എങ്ങനെ ജേണൽ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ഒരു പിക്ചർ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 2 എലിമെൻ്റ് അനലൈസ് ചെയ്യുക. 2 എലിമെൻ്റ് അനലൈസ് ചെയ്തിട്ട് അത് റിയൽ കാറ്റഗറി ആണോ, പേഴ്സണൽ കാറ്റഗറി ആണോ, നോമിനൽ കാറ്റഗറി ആണോ നോക്കുക. എന്നിട്ട് ഗോൾഡൻ റൂൾ പ്രകാരം ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ജേണലിലോട്ട് എഴുതുക. അപ്പോൾ ജേണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡേറ്റ്, എന്നിട്ട് നമ്മൾ ഏത് അക്കൗണ്ടാണോ ഡെബിറ്റ് ചെയ്യേണ്ടത് ആദ്യം ലെഫ്റ്റ് മാർജിൻ ചേർത്തിട്ട് ആദ്യം എഴുതണം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. എന്നിട്ട് ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് എഴുതുക. ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം അല്പം ഉള്ളിലോട്ട് മാറ്റി 2 ഇട്ടിട്ട് ഓപ്പോസിറ്റ് എലിമെൻറ്റ്. 2 കമ്പൽസറി അല്ല, വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ബ്രാക്കറ്റ് നറേഷൻ ഇട്ടിട്ട് ഈ നറേഷൻ എഴുതിയിട്ട് പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യുക. എമൗണ്ട് കോളം ഒന്നും അണ്ടർലൈൻ ചെയ്യേണ്ട. ഞാനിത് ഫോർമാറ്റ് വരച്ചപ്പോൾ അതിനകത്ത് വന്നു എന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഈ എമൗണ്ട് കോളം മാത്രം പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്ത് പോകണം. ക്ലിയർ ആയോ? അപ്പോൾ ഈ ജേണലിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ ജേണൽ എഴുതണം എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പൂർണ്ണ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനടുത്ത് ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇതിനകത്ത് കാണിച്ചേക്കാം. അത് നിങ്ങൾ ഇതുപോലെ അനലൈസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ പൂർണ്ണമായിട്ട് എനിക്ക് 100% 100% വിശ്വാസമുണ്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു ജേണൽ, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എങ്ങനെ ജേണൽ എഴുതാം എന്ന് പൂർണ്ണമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തുടർച്ചയായി ജേണൽ എങ്ങനെ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാം, ലെഡ്ജർ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യാം, അതുപോലെ ലെഡ്ജർ പോസ്റ്റ് ചെയ്തിട്ട് ലെഡ്ജർ എങ്ങനെ ബാലൻസ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ ട്രയൽ ബാലൻസ് എടുക്കാം. ഇതിന് പുറമെ ഇന്ന് നമ്മൾ പഠിച്ച ജേണൽ എൻട്രിക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കോമ്പൗണ്ട് ജേണൽ എൻട്രി, ഒരു ട്രാൻസാക്ഷനകത്ത് 2ൽ കൂടുതൽ എലിമെൻ്റ് ഉള്ള ചില ട്രാൻസാക്ഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ജേണൽ എൻട്രി എഴുതുന്നതിന് പകരം ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് എഴുതാം. അതിന് നമ്മൾ കമ്പൈൻഡ് എൻട്രി അല്ലെങ്കിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളത് അപ്പോൾ ഈ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ജേണലിൽ നിന്ന് എങ്ങനെ ലെഡ്ജർ പോസ്റ്റ് ചെയ്യാം, ലെഡ്ജർ പോസ്റ്റ് ബാലൻസിങ് എങ്ങനെ ചെയ്യാം, ട്രയൽ ബാലൻസ് എടുക്കാം, അതുപോലെ ഈ അഡ്വാൻസ് ആയിട്ടുള്ള കോമ്പൗണ്ട് ജേണൽ എൻട്രി, അതുമായിട്ട് ബന്ധപ്പെടുന്ന ചില ഐറ്റത്തിനെ കുറിച്ചുള്ള അടുത്ത വീഡിയോ ഞാൻ ഉടൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ.